BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി വിവാദങ്ങളും പ്രതിഷേധങ്ങളും കടുക്കുകയാണ്. അത്തരത്തിൽ ഉയർന്നു വന്ന ഒരു വിവാദമാണ് പ്രചാരണം മുറുകുന്നതിനിടെ വട്ടിയൂർക്കാവിലെ കോൺഗ്രസ് റാലിയിലേക്ക് ആളുകളെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വാട്സപ്പ് സന്ദേശം. തൊഴിലാളികളെ സപ്ലൈ ചെയ്യുന്ന ഏജൻസിയുടെ ഗ്രൂപ്പിലായിരുന്നു റാലിയിൽ പങ്കെടുക്കാൻ ആളുകളെ തേടിയുള്ള പരസ്യം പ്രത്യക്ഷപ്പെട്ടത്. വൈകിട്ട് 5 മണി മുതൽ രാത്രി 10 മണി വരെ റാലിയിൽ പങ്കെടുക്കുന്ന ഒരാൾക്ക് 511 രൂപയും ഭക്ഷണവുമായിരുന്നു ഇതിൽ വാഗ്ദാനം ചെയ്തത്. അടിയന്തരമായി 20 പേരെ വേണമെന്നായിരുന്നു സന്ദേശത്തിൽ ഉണ്ടായിരുന്ന പ്രധാന ആവശ്യം. എന്നാൽ രാത്രി 12 മണിയോടെ ഗ്രൂപ്പിലെത്തിയ സന്ദേശം മിനിറ്റുകൾക്കകം പിൻവലിച്ചിരുന്നു. പക്ഷേ ഇതിനോടകം തന്നെ സ്ക്രീൻഷോട്ടുകൾ വ്യാപകമായി പ്രചരിച്ചു കഴിഞ്ഞിരുന്നു. സംഭവം രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തീ കൊളുത്തിയതോടെ ഇത് തെറ്റിദ്ധാരണ മൂലം സംഭവിച്ചതാണെന്ന് ഗ്രൂപ്പ് അഡ്മിൻ വിശദീകരണവുമായി എത്തിയിരുന്നു. കൂടാതെ ഇതിനെക്കുറിച്ച് തങ്ങൾക്ക് അറിവില്ലെന്നാണ് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വങ്ങൾ നൽകിയ നിലപാട്. ഈ വിഷയത്തിൽ കെ മുരളീധരനും രംഗത്തെത്തിയിരുന്നു. ഇത് ഇടതുപക്ഷത്തിന്റെ നീചമായ തന്ത്രമായും തിരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ 3-ാം സ്ഥാനത്തേക്ക് പോകുന്നത് ഒഴിവാക്കാനുള്ള ചീപ്പ് കളിയായാണ് മുരളീധരൻ ഇതിനെതിരെ പ്രതികരിച്ചത്. കോൺഗ്രസിന് പരിപാടിക്ക് ആളെ വാടകയ്ക്ക് എടുക്കേണ്ട സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും വട്ടിയൂർക്കാവിൽ മുൻപ് 2 തവണ ജയിച്ചയാളാണെന്നും ഈ തിരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്തായി പോകാൻ പോകുന്ന LDF സ്ഥാനാർത്ഥി VK പ്രശാന്തിന്റെ CPM-ന്റെയും തന്ത്രമാണ് ഇതെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. എന്നാൽ നേരത്തെയും സമാനമായ ആരോപണങ്ങൾ കോൺഗ്രസ് നേരിട്ടിട്ടുള്ളതാണ്. പുതുയുഗ യാത്രയ്ക്കിടെ നേതാക്കളെ തിരിച്ചറിയാതെ മാറി മാലയിട്ടതും കൊടികെട്ടാനും ഫ്ലെക്സ് അടിക്കാനും അതിഥി തൊഴിലാളികളെ കരാർ അടിസ്ഥാനത്തിൽ ഏൽപ്പിച്ചതും രാഷ്ട്രീയപരമായി വലിയ പരിഹാസമായി മാറിയിരുന്നു. ഇതോടൊപ്പം സ്വന്തം പ്രവർത്തകരുടെ പിന്തുണ കുറഞ്ഞതോടെയാണ് പണം നൽകിയ ആളുകളെ ഇറക്കി ജനപിന്തുണയുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നാണ് ഇടതുമുന്നണി ഉയർത്തുന്ന ആരോപണം. മറ്റു മണ്ഡലങ്ങളിൽ മുന്നണി സ്ഥാനാർത്ഥികളുടെ പൂർണ്ണ ചിത്രമാകുന്നതിന് മുൻപേ തെളിഞ്ഞതാണ് സ്റ്റാർ മണ്ഡലമായ വട്ടിയൂർക്കാവിലെ കളം. മുൻ മേയറായ VK പ്രശാന്ത് LDF സ്ഥാനാർത്ഥിയായി തുടർച്ചയായ 3-ാം തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ മണ്ഡലത്തിൽ ചെറിയ ഇടവേളയ്ക്ക് ശേഷമുള്ള 3-ാം തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് UDF സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ. എന്നാൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലെ വിജയത്തിന് തൊട്ടു പിന്നാലെയുള്ള കന്നി നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ R ശ്രീലേഖയ്ക്ക് VIP മണ്ഡലത്തിലാണ്. ഇരു മുന്നണികളും ശക്തമായ പ്രചാരണങ്ങൾ തുടരുന്നതിനിടയിലാണ് വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത്. പ്രചാരണം ചൂടുപിടിക്കുന്നതിനിടെ മണ്ഡലത്തിൽ CPM BJP ഡീൽ ഉണ്ടെന്ന ആരോപണം കെ മുരളീധരൻ ഉയർത്തിയിരുന്നു. പകൽ ശ്രീലേഖയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന BJP കൗൺസിലർമാർ രാത്രി പ്രശാന്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണമായിരുന്നു മുരളീധരൻ ഉന്നയിച്ചത്. ഇതിനിടെ പ്രതിഷേധങ്ങൾ കടുക്കുന്നതിനിടെയാണ് കോൺഗ്രസ് റാലിയിലേക്ക് ആളുകളെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വാട്സപ്പ് സന്ദേശം വിവാദമായത്. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.